ഈ ഒരു വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരിക്കും ചെയ്യുക? ഇപ്പൊ ലൈവ് വ്ളോഗ് വന്നാൽ എങ്ങനെയായിരിക്കും കാർത്തിക് ഇതിനെ? ഞാൻ ലൈവ് വ്ളോഗ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഞാൻ 12 hours കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. 12 hours സംസാരിച്ച് അവസാനം എന്റെ വോക്കൽ കോഡിന്റെ അടപ്പളവി തെറിച്ച്. അതെന്ത് ഇതില് വല്ല സാധ്യതയുണ്ട്? ഇല്ല ഇത് ഡ്രംസ്. അതല്ല, കാർത്തിക്കിന്റെ വല്ല സാധ്യതയുണ്ടോ? ഇല്ല ഞാൻ ആക്ച്വലി ഡ്രംസ് എന്റെ വീട്ടിൽ തന്നെ ഡ്രം സ്റ്റിക്സ് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ പഠിക്കാൻ പോയതാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, ഇതിനെപ്പറ്റി പറഞ്ഞു ഈ 12 മണിക്കൂർ ലൈവ് വ്ളോഗ്. 12 മണിക്കൂർ അതൊരു ചലഞ്ചായിട്ട് IRL സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ട്രെൻഡ് ഉണ്ട്, ഇൻ റിയൽ ലൈഫ് സ്ട്രീമിംഗ്. അപ്പൊ അതില് നമ്മൾ രാവിലെ അങ്ങ് ഇറങ്ങുക വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് പിള്ളേരൊക്കെ ഈ ലൈവ് കണ്ടിട്ട് നമ്മളെ കാണാൻ വരും. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര സ്ട്രെയിൻ ആണ് നമുക്ക്. ബാറ്ററി ബാക്ക് പോകണ്ടേ? ലൈവ് കട്ടാവാണ്ട് അതൊക്കെ ഫുൾ സെറ്റ് ക്രൂ ആയിട്ടാണ് പോണ നമ്മള്. ഈ വ്ളോഗിന് എത്ര പേര് അസിസ്റ്റ് ചെയ്യാനുണ്ട്? ഈ വ്ളോഗിനോ? ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന വ്ളോഗാണ്. ഇത് IRL ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു ക്യാമറാമാൻ കൂടെ കാണും, അത്രേ ഉള്ളൂ. അത് കൂടുതലൊന്നുമില്ല. വ്ളോഗിന്റെ ഒരു ഒത്തന്റിസിറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമാണ്. അപ്പൊ അതില് ഷൂട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും എഡിറ്റ് ചെയ്യുന്ന ഐഡിയയും കോൺസെപ്റ്റും തോട്ട് പ്രോസസ്സും എല്ലാം എന്റെ ആയതുകൊണ്ട് അതിനൊരു പേഴ്സണലൈസ്ഡ് ഫീലിംഗ് വരും. അപ്പൊ അത് കാണുന്ന ആൾക്കാർക്ക് നമ്മളോടൊരു പേഴ്സണൽ ഫീലിംഗ് വരുന്നത് കൊണ്ടാണ് ഈ വ്ളോഗ് ഇത്രയ്ക്ക് ആൾക്കാർ രസമായിട്ട് കാണാൻ കാരണം. അപ്പോ എപ്പോഴും എന്റേതായ എന്തെങ്കിലും അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് ആ ഒരു വ്ളോഗും വ്ളോഗ് ഓഡിയൻസും ആയിട്ടുള്ളൊരു കണക്ഷൻ. അപ്പൊ ഈ 12 മണിക്കൂർ ചെയ്യുമ്പോൾ അതിനകത്ത് ഭക്ഷണം കഴിച്ചാലും ടോയ്ലറ്റിൽ പോയാലും അതൊക്കെ ലൈവ്? തീർച്ചയായിട്ടും. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ക്യാമറ പുറത്ത് വെക്കും. അല്ല, ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇരുന്ന് കമന്റ് വരും. ഇപ്പൊ കമന്റ് ഒക്കെ വായിച്ച് നമ്മളൊരു വീട്ടുകാരുടെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചിരുന്ന് ലൈവ് പോകും. അതൊരു വൈബ് സംഭവമാണ്. ഓക്കെ, ഇതിപ്പോ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അതിനു മുന്നേ കുറച്ച് നാള് ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മച്ചിയേ, അതൊരു ദുരന്ത കാലഘട്ടമായിരുന്നേ. അത് ട്രോമ അത് ഓർത്തപ്പോഴത്തേക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോകും ബ്രോ, എന്നിട്ട് രാത്രി എത്രത്തോളം രാത്രിയാവും, ഒരു രാത്രി അപ്പൊ പെട്രോൾ അടിക്കാനുള്ള കാശ് മാത്രം തരും. നമ്മള് എന്തെങ്കിലും കമ്മീഷൻ ബേസ്ഡ് ആയിരുന്നു കൂടുതലും. അപ്പോൾ ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ അവർക്ക് കൊടുക്കും, നമ്മൾ സെല് ചെയ്യണം. അതായിരുന്നു ജോബ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ തന്നെ അവരെനിക്ക് ഞാൻ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റിന്റെ ജോബിനാണ് പോയത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, നീ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് അല്ല, നീ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്, യു ഹാവ് ദ സ്കിൽ എന്നും പറഞ്ഞ് എനിക്ക് ആ പൊസിഷൻ തന്നിട്ട് അടുത്ത ദിവസം പോലെ ബൈക്കിലെ ബാഗും തൂക്കി എന്ന് പറഞ്ഞ് കടച്ച് അത് സ്കൂളുകളും കാശില്ല മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു അന്നേരം എനിക്കൊരു പെർ മന്ത് ഒരു 8,000 ഒക്കെ കിട്ടിയാലായി. അതായത് 2010 അല്ലേ? അല്ലല്ല, 2000 ഇതിപ്പോ പറയുന്നത് 2017 കാലഘട്ടമാണ്. 2017 കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡൽഹിയിൽ നിന്ന് MBA ഇൻ ഇന്റർനാഷണൽ ബിസിനസ് കഴിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോ എന്റെ സ്വപ്നം ഡൽഹിയിൽ നിന്ന് MBA പഠിച്ചതല്ലേ, 1 ലക്ഷം രൂപയുടെ ജോലി ഇങ്ങനെ പുളിങ്കുരി പോലെ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കാണ് ഒരു ഷോക്കായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എക്സ്പീരിയൻസിന് വേണ്ടി കയറാമല്ലോ എന്ന് വിചാരിച്ച് കയറി. പക്ഷെ കയറിയത് ഒരു വല്ലാത്ത ഇതായിപ്പോയി. ബട്ട് അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു, എനിക്കൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. അവിടെ നിന്ന് അത് പഠിച്ചു. ഒരു 8 മാസം കൊണ്ട് പഠിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് സ്വന്തമായിട്ടൊരു എക്സ്പോർട്ടിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർപ്പറ്റിന്റെ എന്റെ MBAയുടെ ഫൈനൽ പ്രോജക്ട് കാർപ്പറ്റ് എക്സ്പോർട്ടുകളെ കുറിച്ചായിരുന്നു. ബദോഹി എന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശിലെ ഒരു കാർപ്പറ്റ് ബെൽറ്റ് ഉണ്ട്, ഒരു സ്പെഷ്യൽ എക്കണോമിക്സ് ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള എക്സ്പോർട്ടിനെ കുറിച്ച്, അപ്പോൾ അതേ ഇത് തന്നെ ഞാൻ എടുത്ത് ഒരു ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കാർപ്പറ്റിന്റെ എക്സ്പോർട്ട്. അത് കുറച്ചു കാലം മുന്നേ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ കുറച്ച് തിരക്കായി പോയിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അത് നല്ലതായിരുന്നു. ആമസോൺ അങ്ങനെയുള്ള മീഡിയം വഴി മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ കൊടുക്കുമായിരുന്നു നാട്ടിൽ നിന്ന് സാധനം എടുത്തിട്ട്. നല്ലതായിരുന്നു. പക്ഷേ എന്തോ എനിക്കതിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓക്കെ, ബിസിനസ് നടക്കുന്നു, അത്യാവശ്യത്തിന് കാശൊക്കെ വരുന്നു, എന്നും പുതിയ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ബട്ട് ഒരു മൊണോട്ടണസ് ജോബാണ്. അതിലൊരു കളറില്ല, അതിലൊരു ചേഞ്ച് ഇല്ല. എന്റെ ഒരു പേഴ്സണാലിറ്റിക്ക് അത് ആപ്റ്റ് ആവുന്നില്ലായിരുന്നു.